ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ബസ് റൂട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വഴി കൂടെ ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഞാനും ഹസ്ബൻഡും ഈ വഴി കൂടെ വരാറുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആനക്കാടാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു റോഡ് കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പുറത്ത് ആനക്കാടാണേ. അതായത് ഫെൻസിങ് ഒക്കെ ഉണ്ട്. ആനകൾ എപ്പോഴും വരുന്ന സ്ഥിരം റൂട്ടാണിത്. അത്ര എന്താ പറയുക, കുറച്ച് അപകടം പിടിച്ച റൂട്ടാണ്. നമ്മളെപ്പോഴും വാഹനത്തിലായി റൂട്ടിലോട്ട് വാഹനത്തിൽ കയറിയിട്ടാട്ടോ വരിക. കാരണം നടന്നിട്ടൊന്നും വരാനുള്ള ധൈര്യമില്ല. ഇവിടെ ഈ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പറയുന്ന കൂട്ടത്തിൽ പശുക്കളെ മേയ്ക്കാനും കന്നുകാലികളെ മേയ്ക്കാനൊക്കെ ഉള്ള ആൾക്കാർ ഇത് കൂടെ നടക്കുന്നതാണ്. ട്രൈബ്സൊക്കെ നടക്കുന്നതാണ്. പിന്നെ ഇവിടെ അടുത്തൊരു സ്റ്റെർലിംഗ് എന്ന് പറയുന്നൊരു റിസോർട്ട് ഉണ്ട്. അതിലേക്കൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതല്ലാതെ ഈ ഒരു സ്ഥലം ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിജനമായ സ്ഥലമാണ്. പക്ഷേ ഏറ്റവും നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. നല്ല രസമാണ് ഇത് കൂടെ നടക്കാൻ. പിന്നെ ഈ ഇടയ്ക്ക് ഒരു തവണ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് ഇവിടെ അടുത്ത് ഒരു നഴ്സറി ഉണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ ഒന്ന് കയറാമെന്ന്. എന്നിട്ട് ഞങ്ങൾ സ്കൂട്ടർ നിർത്തിയിട്ട് അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു മോനാണ് വന്നത് ആ നഴ്സറിയിലെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, ചെടികളൊക്കെ കാണിക്കാൻ. അപ്പം ഞാൻ ആ മോനോട് ചോദിച്ചു ഇവിടെ ആന വരാറുണ്ടോ എന്ന്. വളരെ കൂളായിട്ട് ആ കുട്ടി പറഞ്ഞു വരാറുണ്ടെന്ന്. അപ്പം ഞാൻ ലാസ്റ്റ് എപ്പോഴാണ് വന്നത് ചോദിച്ചു. അപ്പോൾ പറയുക ഇന്നലെയാണ് വന്നതെന്ന്. അപ്പം എനിക്ക് പേടിയായി അവിടെ നിൽക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു സമയം എപ്പോഴാന്ന്. അപ്പോൾ ഉച്ചയ്ക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ദിവസം കാണുന്ന ആനയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ആ കുട്ടി ഇങ്ങനെ പേടിയില്ലാതെ പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി അതല്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടി പറയുവാണ്, അപ്പോൾ ഞാൻ ചോദിച്ചു ആ കുട്ടിയെടുത്ത് എന്തായാലും ഉപദ്രവമൊന്നും ഉണ്ടാക്കത്തില്ല അല്ലേ എന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനയായിരിക്കും, ദിവസം കാണുന്ന ആനയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ആൾക്കാരെ നല്ല പരിചയമായിരിക്കുന്നു. വളരെ കൂളായിട്ട് ആ കുട്ടി പറയുവാണ് രണ്ടുപേരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഒന്നുമില്ല, മുട്ടൊന്ന് ഒടിഞ്ഞായിരുന്നു, അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിലാണ്. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നമുക്കിനി വണ്ടിയിലല്ലാതെ ഈ സ്ഥലത്ത് കൂടെ വരിക വേണ്ടാന്ന്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവിടെ 2 പോത്തിൻ്റെ കുട്ടികളാണുള്ളത് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ വാഹനങ്ങൾ പോകും. പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങളിതിനെ പറയുന്ന പേരാണ് ആനക്കാട്. സ്ഥലത്തിൻ്റെ പേര് ഓടപ്പള്ളം എന്നാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് ആനക്കാട് എന്നാണ്. നമുക്ക് ആനക്കാട്ടിലോട്ട് പോകാമെന്ന് ഞങ്ങൾ പറയും. അപ്പം നിങ്ങൾക്ക് ഈ ആനക്കാട് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്